ത്തിലേക്ക് പോകണം. എയർഫോഴ്സ് വൺ എന്നാൽ ആദ്യം തന്നെ നേരത്തെ തന്നെ ലോക വിസ്മയമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനം, ഔദ്യോഗിക വിമാനം ആകാശത്തുകൂടി എയർഫോഴ്സ് വൺ പറക്കുന്നത് അത്ഭുത കാഴ്ചയാണ്. ഇപ്പോൾ ഒരു പറക്കും വൈറ്റ് ഹൗസുമായി, പുതിയ പറക്കും വൈറ്റ് ഹൗസുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, ട്രംപിന്റെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഖത്തറാണ് 3300 കോടി രൂപയുടെ ഈ പുതിയ ആകാശ കൊട്ടാരം ട്രംപിന് സമ്മാനിച്ചത്. അത്യാധുനിക കോൺഫറൻസ് ഹാളുകൾ, ലേ ഫ്ലാറ്റ് സീറ്റുകൾ, അതുമാത്രമല്ല വേണമെങ്കിൽ ഒരു മിനി സർജറി നടത്താൻ ആവശ്യമായ ഒരു മെഡിക്കൽ റൂമും ഈ എയർഫോഴ്സ് വൺ വിമാനത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 3300 കോടി രൂപ ചെലവിൽ അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള ചിഹ്നങ്ങളും വെച്ചുകൊണ്ട് പരമ്പരാഗത രീതിയിൽ തന്നെയാണ് എയർഫോഴ്സ് വൺ വിമാനം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ എയർഫോഴ്സ് വൺ വിമാനത്തിൻ്റെ പുതിയ പതിപ്പ് ട്രംപ് തന്നെ പുറത്തിറക്കിയത്. ഇത് ലോകത്തിന് മുന്നിൽ ട്രംപ് അമേരിക്കയുടെ ഒരു അഭിമാനമായി കാഴ്ചവെച്ചിരിക്കുകയാണ്. സൈത്ത്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പണം എന്നതൊരു പ്രശ്നമല്ല. നമ്മൾ ഈ ട്രില്യൺ എക്കോണമിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 77 ട്രില്യൺ എക്കോണമി ഉള്ളൊരു രാജ്യം, 77 ട്രില്യൺ എക്കോണമിയുടെ ഒരു രാജ്യം, രണ്ടാമത് നിൽക്കുന്ന രാജ്യത്തിന് 16 ട്രില്യൺ മാത്രം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കാൻ അവർക്ക് എപ്പോഴും പണമാണ് പ്രധാനം. അപ്പോൾ എയർഫോഴ്സ് വണ്ണിനും അതുപോലെ തന്നെ ഒരു ആഡംബരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. ആകാശ കൊട്ടാരമെന്ന് പറയാം, എല്ലാ സൗകര്യങ്ങളോടും കൂടി. യാത്രക്കാർക്ക് കിടക്കാൻ സൗകര്യമുള്ള ലേ ഫ്ലാറ്റ് സീറ്റുകൾ, ദേശീയത വിളിച്ചോതുന്ന ഡിസൈൻ, സീറ്റ് ബെൽറ്റുകളിൽ പ്രസിഡൻഷ്യൽ സീൽ, അങ്ങനെ അമേരിക്കൻ സംസ്കാരം വിളിച്ചോതുന്ന പെയിൻറ്റിങ്ങുകൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഉള്ള ഒരു വിമാനം കൂടിയാണ് എയർഫോഴ്സ് വൺ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 3300 കോടി രൂപയുടെ ആകാശത്തു കൂടി ഒഴുകുന്ന കൊട്ടാരമാണ് എയർഫോഴ്സ് വൺ എന്നതാണ് ഏറ്റവും പ്രധാനം. സജിത്ത്, യെസ്, ട്രംപിന് ഖത്തറിൻ്റെ സമ്മാനമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ, നമുക്കറിയാം എയർഫോഴ്സ് വണ്ണ് അതിൻ്റെ പ്രത്യേകത അറിയാം. അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനം, അതിൻ്റെ സുരക്ഷ, അതിൻ്റെ പ്രത്യേകതകൾ ഇതുവരെയും അത് പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. അത്രയധികം സുരക്ഷകളുള്ള സംവിധാനങ്ങളുള്ളതാണ് എയർഫോഴ്സ് വൺ എന്ന് പേരിടുന്ന അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചാര ഔദ്യോഗിക വിമാനം. അതാണിപ്പോൾ ഖത്തറിൻ്റെ ഈ സമ്മാനമായി പുതിയത് മാറുന്നത്. അതിൻ്റെ അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഉള്ളിലെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള പറക്കും കൊട്ടാരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തന്നെയാണ് ഖത്തറിൻ്റെ സമ്മാനമായി മാറുന്ന ഈ പുതിയ വിമാനം. അത് എയർഫോഴ്സ് വണ്ണ് പുതിയതായി അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചാര വാഹനമായി മാറുകയാണ്. ഇതിനകം തന്നെ ലോക നേതാക്കളുടെ അവർ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്കൊക്കെ നിരവധി പ്രത്യേകതകളുണ്ട്, പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതെല്ലാ രാജ്യങ്ങളും പൂർണ്ണാർത്ഥത്തിൽ പുറത്തുവിടാറില്ല. ഈ പുതിയ എയർഫോഴ്സ് വണ്ണിൻ്റെയും സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ പുറമേ തന്നെ നമുക്ക് വ്യക്തമാണ് അതിൻ്റെ പ്രത്യേകതകൾ. നമുക്കറിയാം ഖത്തറും അമേരിക്കയും തമ്മിലുള്ള വലിയ ബന്ധം അത് വലിയ രീതിയിൽ അടുത്തിടെ ശക്തിപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ പറക്കും കൊട്ടാരം എന്ന വിശേഷണമുള്ള ഈ എയർഫോഴ്സ് വൺ അമേരിക്കയുടെ കൈവശം ട്രംപിൻ്റെ സമ്മാനമായി എത്തുന്നത് എന്ന പ്രത്യേകതകൾ കൂടിയുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും ആഡംബരമായ ഒന്നുകൂടിയായി എയർഫോഴ്സ് വൺ മാറുന്നു എന്നതാണ്. ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ട്വീറ്റ് നടത്തിയിരുന്നു. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക സഞ്ചാര വിമാനമായി പറക്കൻ കൊട്ടാരം മാറുകയാണ്. ടി സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.